ബർത്ത്ഡേ സ്പെഷ്യൽ വ്ളോഗ് ആയാലോ? ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞങ്ങൾ രാത്രി ആവുന്ന സമയത്ത് ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്താണ് പോയിട്ടുണ്ടായിരുന്നത്. വീടിൻ്റെ തൊട്ടടുത്തുള്ള കിങ് ഡ്രാഗൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ചൈനീസ് ആണ്. ചെന്ന് കയറി ഉടനെ തന്നെ നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളിവിടെ ഇരിക്കുന്നതിൻ്റെ നേരെ മുകളിൽ തന്നെ എ സി ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് തണുപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് ചെറുതായിട്ട് സ്ഥലം മാറിയിരിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ സ്ഥലം മാറി ഇരുന്നിട്ടാണ് കേട്ടോ മെനു ഒക്കെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചൈനീസ് കുഷീൻ ആയതുകൊണ്ട് തന്നെ പേരുകൾ അത്ര ഫെമിലിയർ ആയിരുന്നില്ല കേട്ടോ ഫുഡിൻ്റെ. പക്ഷേ ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ട് പേരുകളൊക്കെ അത്യാവശ്യം അറിയുന്നതുകൊണ്ട് സ്ഥിരം കഴിക്കുന്ന ഫുഡ് തന്നെ നമ്മൾ ഓർഡർ ചെയ്തു. സ്റ്റാർട്ടറായിട്ട് സ്ക്വിഡ് ഫ്രൈ ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു സ്ക്വിഡ് ഫ്രൈ. നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് വെറൈറ്റി ഫുഡൊന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. ഒന്നല്ലെങ്കിൽ നമ്മൾ ചൈനീസ് ഇതുപോലുള്ള ഐറ്റംസ് ഓർഡർ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യൻ ഫുഡായിട്ടുള്ള നാന്, ബട്ടർ ചിക്കൻ അങ്ങനെയുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ മൗറീഷ്യൻ ഫുഡ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത്. ഈ സ്ക്വിഡ് ഫ്രൈ ഉണ്ടല്ലോ, ഇതുപോലെ ചില്ലിയിൽ മുക്കിയിട്ട് അതുപോലെ തന്നെ ആ സോസിൽ മുക്കി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അപ്പോഴേക്കും നമ്മുടെ മെയിൻ കോഴ്സ് എത്തിയിട്ടുണ്ട്. സിസ്ലർ ചിക്കനും ഫ്രൈഡ് റൈസും. ഞങ്ങൾ സ്ഥിരം കഴിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ സിസ്ലർ ചിക്കനും ഫ്രൈഡ് റൈസും. അവന് ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും, കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്.